അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ വഹബീബിനാ മുഹമ്മദിൻ വആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വഅലാ മൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. വളരെയേറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, ഇമാം തിർമിദി റഹിമഹുല്ലാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഫഇദസ്തൈഖള, ഒരാൾ ഉറങ്ങി എഴുന്നേറ്റാൽ, ഫൽയഖുൽ, അപ്പോൾ ആ വ്യക്തി ഇങ്ങനെ പറയട്ടെ, അൽഹംദുലില്ലാഹ്, സർവസ്തുതികളും അല്ലാഹുവിനാകുന്നു, അല്ലദീ ആഫാനി ഫീ ജസദി, അവൻ എൻ്റെ ശരീരത്തിന് ആഫിയത്ത് നൽകിയിരിക്കുന്നു, സൗഖ്യം നൽകിയിരിക്കുന്നു, വറദ്ദ അലയ്യ റൂഹി, എൻ്റെ റൂഹിനെ അവൻ എനിക്ക് മടക്കി തന്നിരിക്കുന്നു, വഅദിന ലീ ബിദിക്രിഹി, അവനെ ഓർക്കുവാൻ എനിക്ക് പെർമിഷൻ നൽകിയിരിക്കുന്നു. സഹോദരങ്ങളെ, ഇത് ഉറങ്ങി എഴുന്നേറ്റാൽ ചൊല്ലേണ്ടുന്ന പ്രാർത്ഥനയാണ്, അല്ലെങ്കിൽ ദിക്റാണ്. വളരെയധികം ഗൗരവമേറിയ ഒരു കാര്യമാണ് ഇവിടെ പറയപ്പെടുന്നത്. കാരണം നമുക്കറിയാം, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കുന്ന ഒരു കാര്യമാണ്, അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹ വല്ലതി ലം തമുത് ഫീ മനാമിഹ ഫയുംസികു അല്ലതി ഖദാ അലൈഹൽ മൗത്ത് വയുർസിലുൽ ഉഖറാ ഇലാ അജലിൻ മുസമ്മ. സൂറത്തു സുമറിലെ ആയത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളിൽ ഒരാൾ മരണപ്പെടുമ്പോൾ അവരുടെ നഫ്സിനെ, അവരുടെ റൂഹിനെ, ആത്മാവിനെ അല്ലാഹു പിടിച്ചെടുക്കുന്നു. അതേപോലെ തന്നെ നിങ്ങൾ ഉറങ്ങുന്ന സമയത്തും ആത്മാവിനെ അല്ലാഹു പിടിച്ചെടുക്കുന്നു. എന്നിട്ടും മരണം ആ ഉറക്കിൽ വിധിച്ചിട്ടുണ്ടെങ്കിൽ ആത്മാവിനെ അല്ലാഹു തിരിച്ചു തരികയില്ല. എന്നാൽ മരണം വിധിക്കാത്ത ആളുകൾക്ക് ഒരു നിശ്ചിത അവധി വരെ ജീവിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ആത്മാവിനെ തിരിച്ചു തരുന്നു. സഹോദരങ്ങളെ, വളരെ പേടിയോടുകൂടി, ഗൗരവത്തോടുകൂടി കേൾക്കേണ്ട വാക്കുകളാണിത്. കാരണം നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ ആത്മാവിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പിടിച്ചെടുക്കുന്നുണ്ട്. അതെങ്ങാനും അല്ലാഹു നമുക്ക് തിരിച്ചു നൽകുന്നില്ലെങ്കിൽ രാവിലെ നമുക്ക് എഴുന്നേൽക്കാൻ കഴിയില്ല. നമുക്കത് സാധ്യമല്ല. ആ റൂഹിനെ തിരിച്ചു വാങ്ങാൻ നമുക്ക് കഴിയില്ല. എന്നിട്ടും രാവിലെ നമുക്ക് എഴുന്നേൽക്കുവാനും അല്പം കൂടി ജീവിക്കുവാനും അല്ലാഹു അവസരം നൽകുന്നു എന്നുള്ളത് ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ്, നിഅമത്താണ്, ഭാഗ്യമാണ്. ഓരോ പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോഴും ഈ ഒരു ചിന്ത നമുക്ക് വേണം. അതുകൊണ്ടാണ് അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ടാണ് നമ്മൾ എഴുന്നേൽക്കേണ്ടത്. അൽഹംദുലില്ലാഹ്. രാവിലെ നമുക്ക് എഴുന്നേൽക്കാൻ സാധിച്ചാൽ അതിന്റെ അർത്ഥം റൂഹിനെ അല്ലാഹു തിരിച്ചു തന്നു, നമ്മുടെ മേൽ മരണം ആ ദിവസം വിധിച്ചിട്ടില്ല എന്നാണ്. അല്ലെങ്കിൽ ആ രാത്രി നമ്മുടെ മേൽ അല്ലാഹു മരണം വിധിച്ചില്ല, അതുകൊണ്ട് നമുക്ക് എഴുന്നേൽക്കാൻ പറ്റി. ഇനി വൈകുന്നേരമാകുമെന്ന് നമുക്ക് ഉറപ്പില്ല, എന്നിരുന്നാലും രാവിലെ എഴുന്നേൽക്കാൻ പറ്റി. അൽഹംദുലില്ലാഹ് അല്ലദീ ആഫാനി ഫീ ജസദി, എന്റെ ശരീരത്തിന് അല്ലാഹു ആഫിയത്ത് നൽകിയിരിക്കുന്നു. എഴുന്നേൽക്കാനും പ്രവർത്തിക്കാനും ഇബാദത്ത് ചെയ്യാനുമുള്ള ആരോഗ്യം എനിക്കുണ്ട്. അൽഹംദുലില്ലാഹ്. മാത്രമല്ല, വറദ്ദ അലയ്യ റൂഹി, എന്റെ റൂഹിനെ എനിക്ക് തിരിച്ചു തന്നിരിക്കുന്നു. അതും വലിയ നിഅമത്താണ്. ഇനി പറയുന്ന ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കണം. വഅദിന ലീ ബിദിക്രിഹി, അവനെ ഓർക്കാൻ അല്ലാഹു എനിക്ക് അനുമതി നൽകിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ, നമുക്ക് റൂഹിനെ അല്ലാഹു തിരിച്ചു തന്നത് ആ ദിവസം അല്ലാഹുവിനെ ഓർക്കാനാണ്. അത് ഈ ചൊല്ലിയ ദിക്ർ മാത്രമല്ല, അതിനുശേഷമുള്ള ഫജ്റിന്റെ മുമ്പുള്ള സുന്നത്ത് നമസ്കാരം, മറ്റു പ്രാർത്ഥനകൾ, അദ്കാറുകൾ, ഫജ്ർ നമസ്കാരം, അതിനുശേഷമുള്ള ദിക്റുകൾ, അതിനുശേഷമുള്ള ഇബാദാത്തുകൾ, സൽക്കർമ്മങ്ങൾ എല്ലാം അതിൽ ഉൾപ്പെടുന്നുണ്ട്. അതിനാണ് അല്ലാഹു എനിക്ക് ഇന്ന് പെർമിഷൻ നൽകിയിരിക്കുന്നത്, ആത്മാവിനെ എനിക്ക് തിരിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് ആ ദിവസത്തെ അല്ലാഹുവിനുള്ള ഇബാദത്തിന് വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തണം. ആ ദിവസം എന്ന് മാത്രമല്ല, നമ്മൾ എഴുന്നേൽക്കുന്ന ഓരോ ദിവസവും അല്ലാഹു റൂഹിനെ നമുക്ക് തിരിച്ചു തരുന്നത് നമ്മൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാനാണ്. എന്നാൽ ധാരാളം ആളുകൾ ഇതൊന്നും ഓർക്കാതെ ഉറങ്ങുന്നു, എഴുന്നേൽക്കുന്നു, ഉറങ്ങുന്നു, എഴുന്നേൽക്കുന്നു. ഒരു നാൾ നമുക്ക് എഴുന്നേൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരും പ്രിയപ്പെട്ടവരെ. അതിനു മുമ്പ് അല്ലാഹു നമ്മളെ സൃഷ്ടിച്ചത് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാനാണ്, അവനെ അനുസരിക്കാനാണ്. അതുകൊണ്ട് ഓരോ ദിവസവും നമ്മൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുക. അതിനനുസരിച്ച് ജീവിതത്തെ, സമയത്തെ ക്രമീകരിക്കുക, ചിട്ടപ്പെടുത്തുക. ഖുർആനും സുന്നത്തും കാണിച്ചു തരുന്ന വഴികളിലൂടെ നമ്മൾ സഞ്ചരിക്കുകയും അല്ലാഹുവിനോട് നന്ദിയുള്ള ആളുകളായി തീരുകയും ചെയ്യുക. അപ്പോൾ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ഈ ഒരു ദുആ, ഈ ഒരു ദിക്ർ മറന്നു പോവാതെ ചൊല്ലണം. മാത്രമല്ല അതിന്റെ പൊരുളും അർത്ഥവും
ഗൗരവത്തോടുകൂടി ഉൾക്കൊണ്ടുകൊണ്ട് ആ ദിവസത്തെ ജീവിതത്തെ നമ്മൾ ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദിൻ വആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.